സൗദി അറേബ്യക്കെതിരെ ഇപ്പോൾ ഹൂത്തികൾ അതിശക്തമായ വാണിംഗ് നൽകിയിരിക്കുകയാണ്. സൗദി അറേബ്യയുടെ വിമാനത്താവളങ്ങൾ ലക്ഷ്യമിടുമെന്നാണ് ഹൂത്തികൾ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യം, ഇറാനിൽ നിന്നും ഹൂത്തികൾ നിയന്ത്രിക്കുന്ന യമനിന്റെ തലസ്ഥാനമായ സൻഅയിലേക്ക് ഇറാന്റെ ഒരു വിമാനം വന്നിറങ്ങാൻ ശ്രമിക്കുകയാണ്. ഈ സമയത്ത് സൗദി അറേബ്യയുടെ യുദ്ധവിമാനങ്ങൾ അതിനെ പ്രതിരോധിക്കുകയായിരുന്നു. ലാൻഡ് ചെയ്യാൻ അനുവദിക്കാതെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം യമനിന്റെ ഈ ഭാഗങ്ങളെല്ലാം സൗദി അറേബ്യയുടെ ഉപരോധത്തിലാണുള്ളത്. എന്നാൽ ഈ സമയത്ത് ഹൂത്തികളുടെ പ്രതിരോധ മിസൈലുകൾ ഉപയോഗിച്ച് സൗദി അറേബ്യയുടെ വിമാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. അങ്ങനെ സൗദി അറേബ്യയുടെ യുദ്ധവിമാനങ്ങൾ പിൻവാങ്ങുകയും ഇറാന്റെ വിമാനം സുരക്ഷിതമായി സൻഅയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതിനുശേഷം അതിശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഹൂത്തികൾ സൗദിക്ക് നൽകിയത്. ഇത്തരത്തിലുള്ള നടപടികൾ ഇനി തുടരുകയാണെങ്കിൽ തീർച്ചയായും സൗദി അറേബ്യയിലുള്ള വിമാനത്താവളങ്ങൾ ഞങ്ങളുടെ മിസൈലുകൾ വെച്ച് ഞങ്ങൾ ലക്ഷ്യം വെക്കും, ആക്രമിക്കും എന്നാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ സൗദി അറേബ്യ സപ്പോർട്ട് ചെയ്യുന്ന യമൻ സർക്കാരിലെ 14 സൈനികരെ ഹൂത്തികൾ വധിച്ചിരിക്കുകയാണ്. 23 പേർക്ക് ഗുരുതരമായ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. യമനിന്റെ ഹുദൈദയിലുള്ള യമനി സർക്കാരിന്റെ സംവിധാനത്തിലുള്ള ഗവൺമെന്റ് സ്ഥാപനത്തിലാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അവിടെയുള്ള ആ സ്ഥാപനം പിടിച്ചടക്കുകയും അവിടെ ഉണ്ടായിരുന്ന 14 സൈനികരെ കൊല്ലുകയും 23 പേർക്ക് ഗുരുതരമായ പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ആക്രമണം നടത്തിയിരിക്കുകയാണ്. ഇത് സൗദി അറേബ്യയും യമനും തമ്മിലുള്ള വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് തന്നെ കടക്കുന്ന സാഹചര്യം ഉണ്ടാക്കുമോ? ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു ആക്രമണങ്ങളുടെ സാധ്യത വളരെ കുറവാണ്. എങ്കിൽ പോലും യമനിലെ ഹൂത്തികളും സൗദി അറേബ്യയും തമ്മിൽ വീണ്ടും ഒരു പ്രശ്നങ്ങൾ തുടങ്ങി വെക്കുന്നതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്.